ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 5-6 പേര് ചേർന്നിട്ട് റീൽസ് കടകൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു ദിവസം നമുക്ക് 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾ നോക്കാൻ പോവാം. എനിക്ക് നിൽക്കാനുണ്ടെന്ന ഞാൻ ഈ ഭൂമിയിൽ നിൽക്കാം. ഇവള് വേണ്ട ഈ കാണുന്ന വെൾമാരൊന്നും വേണ്ട. റോയ് ചൈൻ അറിയോ ഇയാൾ ആരാണെന്ന്? അവ എടുത്താലല്ലേ നീ ചോദിക്കാൻ ചേട്ടാ ഇവിടത്തെ മെയിൻ ആളാരാണ്? ഞങ്ങൾ ആക്ച്വലി ഇവിടത്തെ ഒരു ചായക്കടയിൽ വന്ന് അപ്പൊ അവരുടെ മെയിൻ ആളില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് അവിടെ ഒരു ജിമ്മ് ഉണ്ട്. നീ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും കേട്ടോ, എനിക്കിത് ഷെയ്ഡി ആയിട്ടാണ് വേണ്ടത്. ഞങ്ങൾ ആക്ച്വലി ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു റീൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ. അല്ല ജിമ്മിന്റെ ആക്ച്വലി ഞങ്ങളല്ലേ ഈ റീലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ റീലൊക്കെ ചെയ്യേണ്ട റിക്വയർമെന്റ് ഉണ്ടോ? മാനേജർ ഉണ്ടോ? ഒന്ന് വിളിക്കാം. പിന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും. മനസ്സിലായി മനസ്സിലായി. ഓക്കെ താങ്ക് യു കേട്ടോ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അല്ല ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി വന്നതല്ല, ഞങ്ങൾ ആക്ച്വലി 1 മണിക്കൂറിലല്ലേ റീല് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമാണ്. ഞങ്ങൾ 1000 ആണ് ചാർജ് ചെയ്യുന്നത്. നമുക്കിപ്പോ മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ ആൾ ഇവിടെ ഇല്ല. മാനേജർ മാനേജർ ഉണ്ടോ? ആക്ച്വലി ഞങ്ങൾക്ക് ഇന്ന് ചെയ്യണം. കുറച്ച് ബ്രാഞ്ച് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട്. ഓക്കെ താങ്ക് യു. ഇവിടെ ആരും ഇല്ല ചേച്ചി? ഞങ്ങളില്ല ആക്ച്വലി ഒരു 1000 റുപ്പീസിന് റീൽസ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് പ്രൊഫഷണൽസ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ റീൽ എന്തെങ്കിലും ചെയ്ത് ഇല്ല? നിങ്ങൾക്ക് കുറച്ചും കൂടി റീച്ച് ഒക്കെ കിട്ടാൻ വേണ്ടി. നമ്മുടെ ഓണർ ഓ ഇടാറുണ്ട്. അറിയില്ല, ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഞാൻ നമ്പർ തരാം. ഹലോ, ഞങ്ങൾ ആക്ച്വലി ഇല്ലേ 1000 റുപ്പീസിന് ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഷോപ്സിനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു റിക്വയർമെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളിപ്പോ ഈ കടയുടെ ഫ്രണ്ട് നിൽക്കണം. അപ്പൊ ചേച്ചിയാണ് നമ്പർ തന്നത്. മോഡൽ അങ്ങനെയല്ല, നമ്മളിപ്പോ ഒരു 6 പേരുണ്ട് മൊത്തത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോളൂ. അല്ല ഞാൻ ചോദിച്ചാൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന ഷൂട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന പ്രൊഫഷണൽസ് നമ്മുടെ കൂടെ ഇപ്പൊ ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു നോക്കാം. ഞങ്ങൾ ഇന്നത്തേക്ക് വേണ്ടി മാത്രം. ഓക്കെ ഫൈനൽ പ്രോഡക്റ്റ് എനിക്ക് തന്നാൽ മതി. അപ്പൊ അവിടുന്ന് ഷോപ്പ് ചെയ്ത് പൈസ തരാം. ആക്ച്വലി നമുക്ക് ഫസ്റ്റ് കടയിൽ വർക്ക് കിട്ടിയിട്ടുണ്ട്. ആ ചേച്ചി പറഞ്ഞ് പെട്ടെന്ന് അടിപൊളിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് തരാം. നല്ല ഉദ്ദേശം. അപ്പൊ പെട്ടെന്ന് ബേസിക് ഒരാള് അപ്പം ആ സമയത്ത് എന്തെങ്കിലും നോക്കാം. സ്പീൽബർഗ് ഡയറക്ടിങ് ഓർ ആക്ടർ, ഇവനെ നമുക്ക് ആക്ടർ ആക്കാം. യൂട്യൂബിൽ നോക്കാം. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ പ്രസ് ചെയ്യുമല്ലോ, പുള്ളിയുടെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യാം. ഇതാണ് എന്റെ മൈൻഡിൽ വന്നത്. പക്ഷെ ഇങ്ങനെ കഥ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കഥ വരുന്ന ആള് നമുക്ക് അറിയാവുന്ന മനസ്സിലായി. ഇത് സ്റ്റോർസ് കളക്ഷൻസ് പിന്നെ 2-3 ആൾക്കാർ ഡ്രസ് ഇട്ട് എടുക്കുന്നു. ഓക്കെ ഓക്കെ, അത് സെറ്റ്. നമ്മളൊരു മോഡലിനെ നോക്കാനായിട്ട് തീരുമാനിച്ചു. ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിലും ഓക്കെ അല്ലേ? ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കും നമുക്ക് ഉള്ളിൽ 2 പ്രൊഫഷൻസ് ഉണ്ട് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഷൂട്ടാണ്. അങ്ങറ്റം നിൽക്കുന്നതാണ് ക്യാമറ, ഇവിടെ നിന്ന് നടന്നു വരുന്നതാണ് നമ്മുടെ മോഡൽസ്.
ഇല്ല ഇല്ല, ഇടക്കിടക്ക് ഓർമ്മിച്ചാ മതി. എടുക്കെടുക്ക അവരിങ്ങനെ നോക്കുന്നതൊക്കെ പറയും. ഇങ്ങനെ ഇരിക്കണേ വിളിക്കാം. പിന്നെ മറ്റേ സാധനം എടുക്കുന്നത് അതെ. അത് കിട്ടിയ എല്ലാവർക്കും ഒരു മൈക്ക് വേണം. ഞാൻ അന്നേ പറഞ്ഞു. കുറച്ച് ആന്റിസിപ്പേറ്റ് ചെയ്യണം. ഇനി കുറച്ച് ഇൻസൈഡ് ഡയറക്ടേഴ്സിന്റെ ആംഗിളിലൂടെ സ്പീൽബർഗ് എത്തി നോക്കുന്നു. ഞങ്ങളിങ്ങനെ ചുമ്മാ കൊണ്ട് വിളിച്ചിട്ട് ഷൂട്ട് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ്. അല്ല അവർക്കറിയാം. ആദ്യമേ നമ്മള് ഡിസിഷൻ മേക്കിംഗ് പാടായപ്പോ കൺഫ്യൂഷൻ എന്താ ഒന്നും മനസ്സിലായില്ല. എന്താ എന്താ പറയണ്ടെന്ന് അറിയില്ലായിരുന്നു. എന്നിട്ട് എന്താണ് നിങ്ങൾ പേടിച്ചോ ഞങ്ങൾ അപ്പൊ ഒന്ന് ആലോചിച്ചു. പിന്നെ നമുക്ക് തിരക്കുണ്ടായിരുന്നു പോവാൻ. ആളുകൾ വെച്ച് സെറ്റ് ചെയ്തിട്ട് നോക്കാന്ന് വെച്ചു. ഇഷ്ടമാണ് ഞാൻ ചെയ്യാൻ. അപ്പൊ എന്തായാലും ഒരു ചാൻസ് വന്നല്ലേ നോക്കാന്ന് വെച്ചു. ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ നോക്കി പറഞ്ഞല്ലോ. ഇത് റിയൽ ആയിട്ട് വന്നോ അടി വരില്ല. ചേച്ചി പക്ഷെ ആക്ച്വലി ഞങ്ങള് മൊത്തം 4 വീഡിയോ ചെയ്തു. അപ്പം ചേച്ചിക്ക് ചേച്ചിയുടേതായ രീതിയിലൊന്നും തരാൻ പറ്റിയത് നന്നായിരിക്കും. പിന്നെ ആക്ച്വലി ചേച്ചി മറ്റേ ചോദിച്ചില്ലേ ഇത് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്. നമ്മുടെ കൂടെ ഒരു പ്രൊഫഷണൽ പയ്യനുണ്ട്. അപ്പം ചേച്ചി ഇപ്പൊ ഇവിടെ ഇല്ലെന്ന് മനസ്സിലായി. വരുന്ന സമയം ഇവൻ ഇങ്ങോട്ട് വരും. കുട്ടിയുടെ നമ്പർ എനിക്ക് വാട്സപ്പ് ചെയ്യണം. ചേച്ചി ആ ക്യാഷിന്റെ കാര്യം ഒന്ന് ചേച്ചി ഒന്ന് അറിഞ്ഞ് തന്നാൽ ഈ നമ്പറിലേക്ക് തന്നെ അയച്ചാൽ മതി. ദേവാങ്ക് എന്നാണ്. ദേവാങ്ക് ജിക്കാണ്. അത് മതി അത് മതി. ഗുഡ് ജോബ് ഗൈസ്. എണീറ്റു. അങ്ങനെ നമ്മള് ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. സക്സസ്ഫുള്ളി ഞങ്ങൾ ആക്ച്വലി 11 മണിക്ക് എന്താണ് തുടങ്ങിയത്. ഇപ്പൊ ഏകദേശം 2 കാലാണ്. നമുക്ക് ആക്ച്വലി ഒരു കടയിൽ നിന്ന് മാത്രമേ ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറെ കടച്ച് കേറി. പക്ഷെ ഒരു റിക്വസ്റ്റ് കേട്ടിട്ടുണ്ടല്ലോ ലുലു മോളില്. അത് രാത്രിയില് സമയം പോവാണ്. അതാണ് വിഷയം. ഇത് നമുക്ക് ഫുഡ് അപ്പുറത്ത് ചോദിക്കാം. ഒന്നില് ക്യാഷ് അല്ലെങ്കിൽ 6 പേരുടെ ഫുഡ്. ഈ കട ക്ലോസ് ചെയ്തോ? അല്ല ഞങ്ങൾ ആക്ച്വലി വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ്. അജിത്ത് എന്നാ പേര് എനിക്കറിയാം. ഹലോ ഹായ് ബ്രോ, എന്റെ പേര് അജിൻ എന്നാണ്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഇവിടെ പാളയത്തുള്ള ബാർബിക്യൂ സ്പേസിൽ ഇങ്ങനെ വന്നായിരുന്നു. ഞങ്ങളൊരു ആക്ച്വലി ഒരു യൂട്യൂബ് വീഡിയോയിൽ ഒരു 10,000 rupees രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ചലഞ്ച് പോലെ ഞങ്ങൾ ചെയ്യണം. ഞങ്ങളൊരു 6 പേരുണ്ട്. ഞങ്ങളൊരു റീൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു 1 hour ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ 1000 rupees എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ അത് പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് ചോദിച്ചു നോക്കാം. ഞങ്ങൾ പുറത്ത് പോകണം. നമ്മുടെ അരുൺജി ഒന്ന് മ്യൂസിയം വരെ പോകുന്നു ചെറിയൊരു ആവശ്യം കാരണം. നമ്മൾ അരുൺജീനെ മ്യൂസിയത്താക്കിയിട്ട് ബാർബിക്യൂ സ്പേസിൽ അവര് നമുക്ക് 1 hour ഷൂട്ടിങ് എല്ലാം കൂടെ കണ്ട് 1 hour ഷൂട്ടില് നമുക്ക് 1000 തരാന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇവനെ നമ്മുടെ ആക്കിയിട്ട് ആ ഏരിയ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് പോകുമ്പോ ബാർബിക്യൂ കയറാം. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അടി കൂടി കാര്യമില്ല. 3:30 മണിയാവുന്നേ ഉള്ളു. മാക്സിമം നമ്മുടെ മാക്സിമം ഇന്ന് നമ്മൾ ചെയ്യുന്നു. അത് അവിടെ വെച്ച് കളയുന്നു. സിംഗിൾ ഡേ ആക്കണ്ടാവും. എടാ അതാണ് ചലഞ്ച്. അതാണ് ടൈം സ്പാൻ ആണ്. ഇത്ര ഇരുന്ന് കരയണ സമയം നമ്മൾ 11:30 തൊട്ട് അല്ലെ 11 മണി തൊട്ട് നമ്മളിപ്പോ 3:30-ക്കുള്ളിൽ നമ്മൾ 2,500 കൺഫേം ചെയ്തു. കുറച്ചും കൂടെ പുഷ് ചെയ്യണം. ഇറങ്ങും നന്ദൻകോട് ഇറങ്ങും. ഇവനെ വിടാൻ പറ്റത്തില്ല. ഗൗതം ജി നീ വണ്ടി ദേവാനന്റെ ബാക്കി കയറി. പിന്നെ ഞാൻ അവിടെ കിടക്കാം. വെരി മോട്ടിവേഷൻ. എടാ നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷം കുത്താ തീരുമാനിക്കേ. എന്റെ തലവേദനിക്കുന്നു. മറ്റേ അമൃതാ സിംഗ് പറ്റില്ല. നമ്മളിപ്പ ചെയ്യുന്നു. നിങ്ങൾ വണ്ടി എടു. എന്റെ ഫ്രണ്ടിൽ പോ. വണ്ടി വീട്ടിലേക്ക് തിരിച്ച ഒറ്റയിടി. 2 വണ്ടി എടു. ബാക്കി ഞാൻ ശരി, നമുക്ക് 2 പുഷ് ചെയ്യാം. ഞാൻ നിക്കാം. അത് ഞാൻ നിന്ന് തരാം.
അവന്റെ അടുത്ത് പറ, അവനെ കൺവിൻസ് ചെയ്യും. ഇപ്പൊ പറഞ്ഞാലും ഒന്നുകൂടെ പറയണം. 2 മണി വരെ സെറ്റ് ചെയ്യാന്ന്. എന്ത് എന്തോ ഈ പണി ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം. സെറ്റ് നമ്മള് പിന്നും പുഷ് ചെയ്യാൻ പോണു. ഇനി ഞാൻ വേറെ നാറിനെ കാണിച്ചു തരാം. പക്ഷേ എനിക്ക് കോള് വരുമ്പോ ഞാൻ പോയിട്ട് വരുന്ന കാര്യമാണ് പറഞ്ഞത്. നീ അടുത്തവൻ തുടങ്ങി. ഞാൻ പറയുന്നത് പുഷ് ചെയ്യും. നമ്മള് ചിലപ്പോ കാണാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തായിരിക്കും. വൈ ഗിവ് അപ്പ് നൗ. നമ്മളിപ്പോ ഒന്നാലോചിച്ചു, അതേ ദിവസം അയച്ച് നമ്മൾ കയറി 3ാമത്തെ കടയിൽ തന്നെ അവര് നമ്മൾക്ക് തന്നു 1000 രൂപ പ്രതീക്ഷിച്ച് 1500 രൂപ നമുക്ക് കിട്ടി. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല അരുണ്ടെന്ന് ഇങ്ങനെ ഒരു എടുത്ത് കിട്ടില്ല സാധനം വരുമെന്നൊക്കെ. പ്രതീക്ഷിച്ചായിരുന്നു. ഇത്ര അടിപൊളി നീ ഇരുന്ന് ഉറങ്ങിയായിരുന്നു ശ്രീ. എന്നിട്ട് നമുക്ക് ആ സാധനം കിട്ടി. ഓരോന്നും നമുക്കിങ്ങനെ ദൈവം അറിഞ്ഞ് തരയല്ലേ. ഉള്ളല്ലേ ഉള്ളു. അവൻ എടുത്തതായതുകൊണ്ട് കുഴപ്പമില്ല. ചോദിച്ചിട്ടാ ചോദിക്കാതെ അപ്പൊ അവരെന്നോന്ന് പറയും. നിങ്ങളുടെ കടയ്ക്ക് വേണ്ടിട്ടില്ലേ ഒരു റീല് നമ്മൾ സെറ്റ് ചെയ്ത് തരാം. 1 മിനിറ്റ് റീൽ വീഡിയോ ഷൂട്ടിംഗ് എല്ലാം ചെയ്ത് 60 seconds പോലെ. അതിന് ഒരു 1000 പേയ്മെന്റ് പോലെ. ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരട്ടെ. എടാ ഞാൻ വേറെ രീതിയിൽ ഇതിനെ പ്രസന്റ് ചെയ്യണോ? നമ്മൾ കുറച്ച് ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കുന്ന പോലെ തോന്നില്ലേ? വീഡിയോക്ക് വേണ്ടി കുറച്ച് ഫണ്ണാക്കണം. 1000 for 1 വീഡിയോ കുറവാണ്. പറഞ്ഞേ. പക്ഷേ റേറ്റ് ആയിട്ട് ഒരു എമൗണ്ട് അങ്ങ് അവർക്ക് ഇട്ട് കൊടുക്കാണ്ട് ഔട്ട് കണ്ടിട്ട് അവരോട് പറയാനുള്ള രീതി പറഞ്ഞു. അവര് 500 തന്നാ എന്ത് എന്തായാലും കൂടാൻ ചാൻസ് കുറവാ. ആരെന്ന് പോലെ അറിഞ്ഞൂടാ നമുക്ക് തരുകയല്ലേ അല്ലേ? നീ നിന്റെ ഫേസും കൂടെ ഒന്ന് കാണുകേ. നീ ഇപ്പൊ നിനക്ക് ഇനി എന്ത് പ്രിപ്പറേഷൻ ആണ് ഇപ്പൊ വേണ്ട? കാല് മാറ്റി. എനിക്കറിയാം. നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഡിഫറെന്റ് സ്റ്റോർസ് എടുത്ത് നോക്കണം. എന്നിട്ട് അത് കാറ്റഗറൈസ് ചെയ്യണം. ഡ്രസ്, പിന്നെ ഇലക്ട്രോണിക്സ്, റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിന്റെ യൂട്യൂബ് വീഡിയോസ് നമുക്ക് കുറച്ച് കാണണം. എന്നിട്ട് ഓൾറെഡി ഒരു ആക്ച്വലി ഇവര് പറയുന്ന ഐഡിയ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ ചലഞ്ച് ഇന്ന് തീർക്കണം. നീ ബാക്കി പറ. അല്ല, നമ്മൾ ഓരോ കാറ്റഗറി എടുത്ത് ഓരോന്നിനും ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെക്കണം. എന്നാലേ നമുക്ക് 1 hourലൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ക്രീനിന്റെ 50% വരെയാണ്. ഇവന് ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നമുക്കൊരു 2000 രൂപ ചെയ്യാം. നമ്മള് താഴെ 1000 വാങ്ങിച്ചിട്ട് മുകളിൽ 2000. എനിക്ക് ആ മനസ്ഥിതി മനസ്സിലാവുന്നില്ല. നമുക്ക് മാർക്കറ്റിംഗിന് ടീംസ് ഉണ്ട്. ശ്രീഹരി ഞങ്ങൾ റഫ് എഡിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ 1000 ആണ് പ്രതീക്ഷിക്കുന്നത്. നാളെ വരാൻ പറ്റുമോ? ചലഞ്ച് എന്റെ പേരാ ആക്ച്വലി ഇവിടുത്തെ മെയിൻ മാനേജർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ട്രസ്റ്റില് അല്ലാതെ നമ്മളിപ്പം ഓക്കെ ബ്രോ. നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ഗൗതം ജി പോവുകയാണ്. ഗൗതം ജിക്ക് ഉറക്കം വരുന്നു. കയ്യാണി പറ, നീ പോകുന്നു കാരണം പറ. കാരണമൊന്നും ഞാൻ ഓർമ്മ ബൊട്ടീക്ക് നമ്മൾ ചെയ്തില്ല ആക്ച്വലി. അല്ല, ബൊട്ടീക്ക് അല്ലല്ലോ, ഇത് ജ്വല്ലറി അല്ല. സലൂൺ എവിടെ? സലൂൺ ഏതൊരു കൊച്ചാണ് ഇരിക്കുന്ന. കൊച്ചാണ് ഞങ്ങളില്ല ആക്ച്വലി റീൽസ് ഒക്കെ എടുക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ഒരു ചലഞ്ച് പോലെ ഒരു 10,000 rupees ടോട്ടൽ ഒരു ഫുൾ ഡേ റൈസ് ചെയ്യാനായിട്ട് ഡിസ്കസ് ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി ഇത് ഞങ്ങളൊരു മേക്കിംഗ് വീഡിയോ പോലെ ചെയ്യുന്നുണ്ട്. ഒരു നമ്മുടെ 4ാമത്തെ കട സെറ്റ് ആയിട്ടുണ്ട്. ആരും കൊതിച്ചു പോകും. ശ്രീഹരിയാണ് ഇന്നത്തെ നമ്മുടെ മോഡൽ. വേറെ മോഡലൊന്നും കിട്ടിയില്ല. ജോലി ഏറ്റെടുത്തു. ഇതുവരെ കൺഫേം ആയത് 4,500. കയ്യിൽ കിട്ടിയത് 2,500. ഇതിപ്പോ ഒരു 1 hourൽ നമുക്കൊരു 1,000 കൂടെ കിട്ടും. ഇതൊരു വേറൊരു സമയം 7:30. സോ ഒരു 8:30-9 മണിക്ക് ഇത് റാപ്പപ്പ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര പെസിമിസ്റ്റിക് ആയിരുന്നു. ഒട്ടും ഞാൻ വിചാരിച്ചില്ല ഒരു 5 പൈസ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ ഒരു 4,500 വരെ എത്തി. പക്ഷെ ഓൾ കുഡോസ് ടു ഐ തിങ്ക് നമ്മുടെ ഭയങ്കര കിടിലം പ്രൊഫഷണൽ
വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഹാർഡ് വർക്കിംഗ് ടീമാണ്. മേ ബി നമുക്ക് ഇതൊരു സീരിയസ് ആയിട്ട് നിങ്ങൾ ഇല്ല ആക്ച്വലി അടുത്ത എപ്പിസോഡ് വേറെയാണ്, പക്ഷേ അത് നമ്മൾ പറഞ്ഞില്ല. എനിക്കൊന്ന് റൈറ്റ് ടൈം ഇപ്പോഴാണ്. I think so, yeah. ഞങ്ങൾ ആക്ച്വലി ഈ 10,000 റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്ന, ഞങ്ങൾ ആക്ച്വലി ഒരു സീരീസ് പോലെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഫസ്റ്റ് മൈൽ സ്റ്റോൺ. അതെ, 10,000 റേസ് ചെയ്യുന്നു. നെക്സ്റ്റ് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത വീഡിയോ. ഡു സംതിങ് ഈവൻ ബിഗർ. അല്ലേ? അതെ, നിങ്ങൾ നമ്മൾ 6 പേരെ തന്നെ ആയിരിക്കും കാണാൻ പോകുന്നത്. ചിലപ്പോ പുതിയ ഫ്രഷ് ഫേസസ്. മെയിൻ നമ്മളൊക്കെ തന്നെ. കേസ് എന്തായാലും കാണും. കമ്മിറ്റ്മെന്റ് ഒന്നും ഞാൻ തരുന്നില്ല. ഇവ ഉണ്ട് കേട്ടോ, ഇവ ഉണ്ട്. അവന് കുറച്ച് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ ശരിയാക്കി എടുക്കാം. അതെ, അവർ ഡിപ്രഷൻ ഫേസിലൂടെയാണ് ചിരിക്കുന്നെങ്കിൽ ഉള്ളിൽ കത്തുകയാണ്. ഓക്കെ നമുക്ക് പിന്നെ വരാല്ലേ? ഇവ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇവ ഇവിടെ കുത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ ഇൻട്രോവേർട്ടാ, സോറി. ചേച്ചി ജസ്റ്റ് ഒന്ന് നോക്കിട്ട് എന്നെ ഇപ്പൊ ഒന്ന് വിളിക്കാവോ തിരിച്ച്? താങ്ക് യു. വീഡിയോസ് നൈസ്. ഗൈസ്, നമുക്ക് പൈസ അടുത്തത് വന്നു. സെന്ററിലോട്ടാക്കല്ലേ? ഞാൻ മാറണം. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. സ്പീൽബർഗിന്റെ എന്തെങ്കിലും പറയും, ഇവിടെ എന്താണ് ഷൂട്ടിംഗ് നടക്കുന്ന കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ കോമൺ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. കോമൺ ആയിട്ടുള്ള ഞങ്ങളെ പോലുള്ള നമുക്ക് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങളെ സിനിമ ഷൂട്ടിംഗ് ഒന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ദിസ് ഇസ് സിനിമ. ജുറാസിക് പാർക്ക് ഏറ്റവും വരുമ്പോഴത്തേക്ക് തിയേറ്ററിൽ പോയി കാണാം. അതില് മോഹൻലാൽ ഉണ്ട്, ഡയറക്ട് ചെയ്യുന്ന ആളാണ്. ഗൈസ്, നമ്മുടെ അന്ത്യത്തെ അടുത്തിന് സമയം കഴിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഫുഡെല്ലാം നല്ല ഫുഡ് റിവ്യൂർ ആവാനുള്ള എല്ലാ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ഈ 4 വീഡിയോസ് ഒക്കെ 4 മാസം 5 മാസം ഒക്കെ എടുത്താണ് ചെയ്യണം. ഞാൻ ചുമ്മാ തള്ളി മുടക്കണേണ്, നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് നമ്മളെ വർക്കിനൊന്നും വിളിക്കണം. ഒരാളിവിടെ എൻഡ് ചെയ്യാന്ന് പറഞ്ഞു. 2 o'clock വരെ പുഷ് ചെയ്യാന്നാണ് ഇനിഷ്യലി പറഞ്ഞത്. 12 മണിക്കൂറായി. ഞാനൊന്നും, നിനക്കൊന്നൊരു ജീവിതം വേണ്ടടാ. പക്ഷെ ഇതല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഇവിടെ ആക്ച്വലി വ്യക്തമുണ്ടോ? ഞാൻ ബെൽബറ്റ് വെച്ചിങ്ങനെ കക്ക ഇറങ്ങിയതല്ല കേട്ടോ. ഇപ്പൊ നമ്മള് ഓരോ കടയിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും അവർക്കൊന്നും ആരും വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അവിടുത്തെ ആൾക്കാരൊക്കെ വരുന്നു കടകളിൽ, അങ്ങനെ പോകുന്നു തന്നെ. അവർ എന്താ പറയാ, കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നിങ്ങളുടെ ഒരു ഹെൽപ്പ് ഭയങ്കര വലുതായിരിക്കും. കൂടെ നിങ്ങൾക്കും വളരാം. ഞാൻ കൂടുതൽ കെയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് ഓഫ് ക്യാമറ ആയിരുന്നു. ആൻഡ് ക്യാമറ അല്ല, ഇവൻ ക്യാമറ ഓൺ ചെയ്തില്ല ഇവന്റെ ഇതിന്. പിന്നെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. അതിൽ ഞാൻ ക്ഷമയൊന്നും ചോദിക്കുന്നില്ല, ഞാൻ ക്ഷീണിച്ചിട്ട. ക്യാഷ് ഇത്ര റേസ് ചെയ്ത് തന്നെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. കാരണം ഞാൻ ഇത്രയും തന്നെ ആവുമെന്ന് വിചാരിച്ചില്ല. ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഓരോ കടയിലൊക്കെ ചെന്ന് കയറി ചോദിക്കണൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോഴൊന്നും ഞാൻ ഇല്ലെന്ന്, ഞാൻ ലാസ്റ്റ് മൊമെന്റാണ് വന്നത്. എന്നാലും ഇവർ പറയുന്നതെന്നൊക്കെ എനിക്ക് അതിൻ്റെ ഒരു ഇമ്പാക്ട് കിട്ടി, ഓറ വന്നു. എന്തായാലും കേരളത്തിലെ ഏറ്റവും ടോപ്പ് യൂട്യൂബറിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു കേരളത്തിന്റെ മിസ്റ്റർ ബീസ്റ്റ്, ഇന്ത്യയുടെ മിസ്റ്റർ ബീസ്റ്റ്, ഏഷ്യയുടെ മിസ്റ്റർ ബീസ്റ്റ്, ഏഷ്യയുടെ മിസ്റ്റർ ബീസ്റ്റ്. അതാണ് രാവിലെ ഉറക്കം വേണ്ടിയിട്ടു മിസ്റ്റർ ബീസ്റ്റ് വിളിച്ചു, മിസ്റ്റർ ബീസ്റ്റിന്റെ കൂടെ പോയി. എന്നിട്ട് ഇപ്പൊ ഈ വീഡിയോ ഒക്കെ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വരെ എത്തി. ഇതും കഴിഞ്ഞിട്ട് നിക്കണം എന്നാണ് മിസ്റ്റർ ബീസ്റ്റ് എന്നോട് പറഞ്ഞത്. എന്റെ അടുത്ത് 2 മണി വരെ നിക്കണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു. എന്നിട്ട് മിസ്റ്റർ ബീസ്റ്റിന് ഇപ്പൊ കടന്ന് ഉറങ്ങണമെന്ന്. ഏഷ്യയുടെ മിസ്റ്റർ ബീസ്റ്റ് ആയ അജിൻ ചന്ദ്രന്റെ അടുത്ത് തന്നെ എനിക്കൊരു വർക്ക് ചെയ്യാൻ പറ്റിയതിൽ
ഞാൻ അഭിമാനിക്കുന്നു. ഇന്നൊരു ഞായറാഴ്ച ആയിട്ട് പോലും സത്യം പറഞ്ഞാൽ ഒരെണ്ണമൊക്കെയാണ് ഞാൻ മാക്സിമം പ്രതീക്ഷിച്ചത്. There's a lot of demand. ആർക്ക് വേണോ ലൈക്ക് കുറച്ച് എഡിറ്റിംഗ് സ്കിൽസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നല്ലോണം നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5,000-10,000 വർക്ക് എളുപ്പത്തിൽ കിട്ടും. ഈ വീഡിയോ ചെയ്തതിന്റെ പിന്നിലുള്ള റീസൺ മേക്ക് സെൻസ് ചെയ്യുന്നത് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന വീഡിയോസ് നിങ്ങൾ കാണുമ്പോഴായിരിക്കും. അതിന്റെ ഒരു ഫണ്ട് റൈസിങ് പോലെയായിരുന്നു നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ ടീം ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്.